എന്നിട്ട് ആ കോൺട്രാക്ട് എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണ്. 17 ലക്ഷം രൂപയുടെ ടെൻഡർ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. 4 ലക്ഷം രൂപ വീണ്ടും നമ്മളെ അത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ടെൻഡർ എടുത്തിട്ടില്ല. അത് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ അതും ആരെ കൊണ്ടെങ്കിലും എടുപ്പിക്കുന്നതായിരിക്കും. പിന്നെന്താണ്, പമ്പാ നദിയിൽ മണൽ നിറഞ്ഞ അവസ്ഥ. പമ്പാ നദിയിൽ മണൽ നിറഞ്ഞ അവസ്ഥയെ പറ്റി നാരായണമൂഴി പഞ്ചായത്തും വെച്ചിത്തുറ പഞ്ചായത്തും ഏകകണ്ഠമായി നമ്മൾ ആലോചിക്കുകയും ആ മണൽ വാരി ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾക്ക് ഡംപ് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ ആ ഡംപ് ചെയ്യാനുള്ള കളക്ടറുടെ അനുമതിയാണ് വേണ്ടത്. ആ ഡംപ് ചെയ്യാനുള്ള സ്ഥല പരിമിതി നമുക്ക് ലഭിച്ചില്ല. പഞ്ചായത്ത് അതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ആലോചിച്ചാണ്. അത്രയും മണ്ണ് വാരി ഡംപ് ചെയ്ത് അത് കൊട്ടേഷൻ കൊടുത്ത് വേണം നമ്മൾ ഇവിടെ നിന്ന് അത് മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് സാധിക്കാത്തത് കൊണ്ടാണ് ആ മണൽ അവിടെ കിടക്കുന്നത്. അതിനുള്ള സ്ഥലം കണ്ടുപിടിച്ചു ഗവൺമെന്റിന്, അതായത് കളക്ടർക്ക് കൊടുത്താൽ അത് പ്രിയപ്പെട്ട DK ജെയിംസ് ഒരുപാട് അതിന്റെ പുറകെ നടന്നതാണ്. രണ്ടുപേരുടെയും നാരായണമൂഴി പഞ്ചായത്തിന്റെയും വെച്ചിത്തുറ പഞ്ചായത്തിന്റെയും കൂടി ആലോചിച്ച് അത് ചെയ്യാം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ സ്ഥലപരിമിതി മൂലം കിട്ടിയിട്ടില്ല. അതിന്റെ തുടർ നടപടികൾ ബാക്കി 2 പഞ്ചായത്തും കൂടി ആലോചിച്ചാണ് അത് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി. പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹരിതകർമ്മസേനയെ നിയോഗിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പഞ്ചായത്ത് നിയോഗിച്ചതല്ല ഹരിതകർമ്മസേനയെ. ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റാണ് ഹരിതകർമ്മസേന വേണം എന്നുള്ളത്. ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുവാൻ വേണ്ടിയാണ് പഞ്ചായത്തുള്ളത്. അത് ഇംപ്ലിമെന്റ് ചെയ്തേ പറ്റുള്ളൂ. ഗവൺമെന്റ് നമുക്ക് തരുന്ന മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ അതുപോലെ തന്നെ പഞ്ചായത്ത് ഏറ്റെടുക്കണമെന്നുള്ളതുണ്ട്. അത് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആ പദ്ധതികൾ അതുപോലെ തന്നെ നമ്മൾ നടപ്പിലാക്കും. ഹരിതകർമ്മസേന ഉപയോഗിച്ചു. പല വീടുകളും ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, പ്ലാസ്റ്റിക് ഞങ്ങൾ തരുന്നില്ല, പിന്നെ എന്തായാലും ഞങ്ങൾ 50 രൂപ കൊടുക്കണമെന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അത് ഗവൺമെന്റിന്റെ മാനദണ്ഡത്തിലുള്ളതാണ്. അത് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പഞ്ചായത്ത് അതിന് സമാധാനം പറയേണ്ടി വരും. അത് ഏത് കക്ഷി ഭരിച്ചാലും അങ്ങനെയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകൾ നിറഞ്ഞ അവസ്ഥ. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ, സത്യം പറയുമോ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകത്തില്ല, അത് വേറെ കാര്യം, ആയാൽ നമ്മൾ പഞ്ചായത്തിന്റെ ഇരുവശത്തുമുള്ള റോഡിന്റെ ഇരുവശത്തുമുള്ള വീട്ടുകാര് അവര് കുറച്ചൊക്കെ ഒരു മര്യാദയോടുകൂടി പെരുമാറിയാൽ ആ കാടുകൾ നമ്മുടെ വീടിന്റെ ഭാഗം മാത്രം, മതിലിനകഭാഗം നമ്മളെല്ലാം വൃത്തിയാക്കും. പക്ഷെ മതിലിനപ്പുറത്ത് നിൽക്കുന്നത് പഞ്ചായത്ത് വീടിനെ ചെയ്യട്ടെ എന്നുള്ളൊരു ധാരണയുണ്ട്. അതോടൊന്ന് ആ കൂട്ടത്തിൽ 2 വിഷം വെച്ച് കട്ട് ചെയ്ത് പോയാൽ അത് ഭാഗം വൃത്തിയായിട്ട് എടുക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് തൊഴിലുറപ്പുകാരെ കൊണ്ട് നമുക്ക് അത് ചെയ്യിക്കാൻ പറ്റുകയില്ല. അത് കളക്ടർക്ക് അനുമതി തരാൻ പറ്റുകയില്ല. കളക്ടർ സമ്മതിക്കില്ല. മറ്റൊരു കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ് തൊഴിലുറപ്പ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് കളക്ടറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ അവർ പറയുന്നത് പോലുള്ള പ്രവൃത്തികളാണ് നമ്മൾ NRGS നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നടപ്പാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ കാടുകളൊക്കെ അവിടെ നിൽക്കുന്നത്. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ അത് ഇന്നപോലെ ചെയ്തു എന്ന് പറഞ്ഞ് ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കുറച്ചൊക്കെ കാടുകൾ തെളിക്കുന്നുണ്ട്. പൊതു നടപ്പ് വഴിയുടെ ശോചനീയ അവസ്ഥ. ഞാൻ ജയിച്ച് കഴിഞ്ഞ 9ാം വാർഡിൽ ജയിച്ചു വന്നപ്പോൾ എന്നോട് 14-ൽ അയച്ചേട്ടൻ പറഞ്ഞത് അവരുടെ ഒരു ഇടവഴിയുണ്ട്, അതൊന്നൊരു സ്റ്റെപ്പ് കെട്ടി കൊടുക്കണമെന്ന്. സത്യത്തിൽ അതെനിക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. സാധിക്കാഞ്ഞത് നമുക്ക് ഓരോ റോഡിനും ഒരു വർഷം 10 ലക്ഷം രൂപ വെച്ചാണ് തരുന്നത്. ഞാൻ ആദ്യം ജയിച്ച സമയത്ത് നമ്മൾ എടത്തിക്കാവിലെ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമായിരുന്നു. ആ റോഡ് താഴോട്ട് നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അഴുതക്കോണി റോഡ് മുറിച്ച് നമ്മൾ അതേ ഒരു 2-3 ലക്ഷം രൂപ മുറിച്ചാൽ ആ റോഡിന്റെ ഒരു വശം തീരാതെ കിടക്കുന്നതുകൊണ്ട് ഒരു വശം ചെയ്ത വശം റോഡുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. ഈ താഴെ ഒരു 8 ലക്ഷം രൂപയുടെ വർക്ക് നമ്മൾ ചെയ്തു. അവിടെ നിന്ന് നമ്മൾ മുറിക്കാൻ പോയാൽ പകുതി അവിടെ കിടക്കും. അത് ചെയ്തത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പൊ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് തീരട്ടെ എന്ന് വിചാരിച്ചാണ് അത് നമ്മൾ പിന്നെ മൊത്തത്തിൽ അങ്ങ് ചെയ്തു പോയത്. അതിന്റെ കുറവുകളുണ്ട്. ഇപ്പൊ നമുക്ക് വെച്ചിത്തുറ പഞ്ചായത്തിന്റെ 3 മുതൽ 10 വരെയുള്ള വാർഡാണ് നമുക്കുള്ളത്. 3 മുതൽ 10 വരെയുള്ള വാർഡിലും CPM-ഉം UDF-ന്റെയും മെമ്പർമാരുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ 9ാം വാർഡിൽ വരുമ്പം കുറെ കുറവുകൾ എന്റെ പറയുമ്പോൾ ഞാൻ 6ാം വാർഡിൽ CPM-ന്റെ ഒരു മെമ്പറുടെ വാർഡിൽ ചെല്ലുമ്പോൾ ആ മെമ്പറെ പറ്റിയും കുറ്റം പറയും. ആരും പൂർണ്ണരല്ല. നമ്മൾ മെമ്പർമാരായെങ്കിൽ പറഞ്ഞാൽ പോലും ആരും പൂർണ്ണരല്ല. കുറവുകളുണ്ട്. ആ കുറവുകൾക്കകത്ത് വന്നേക്കുന്നതാണ് ഈ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. അത് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കിയൊക്കെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹരിതകർമ്മസേനയെ പറ്റി, തൊഴിലുറപ്പ് പ്രവർത്തനയെ പറ്റി, ജൻജീവൻ മിഷനെ പറ്റി പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് പൈപ്പ് ലൈൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് കുറെ അധികം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അതിന് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ അതെല്ലാം ചെയ്യുന്നുണ്ട്. കുറവുകളുണ്ടെങ്കിൽ ബാക്കിയുള്ളതും പരിഹരിക്കപ്പെടും. അവസരം തന്ന ഇപ്പൊ ഇത്രയും ഒന്ന് പറയാൻ, നേരിട്ട് ഇത്രയും പേരെ ഒരുമിച്ച് വീട്ടിൽ പോയി കാണാതെ ഇത്രയും പേരെ ഒരുമിച്ച് കണ്ടത് വളരെ സന്തോഷം. ജയിച്ചാലും തോറ്റാലും നാടിനൊപ്പം. നന്ദി.
നന്ദി നിഷാമ്. നമുക്ക് അറിയാം, നമ്മളുടെ ഈ നാട്ടിലെ ഒരു സ്പന്ദനമായിട്ട് നിഷാമ് ഉണ്ടായിരുന്നു. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. അടുത്ത നറുക്കെടുക്കാൻ വേണ്ടി ബ്ലോക്ക് എൻ ഡി ആർദ്ര. ആർദ്ര നമ്മുടെ മരുമോളല്ലേ, ഇവിടുത്തേരിയല്ലോ. ഹസ്ബൻഡുമായിട്ട് നമുക്ക് പരിചയമുണ്ട്, ബസ്സിലൊക്കെ നമ്മൾ പരിചയങ്ങളുണ്ട്. ഓലക്കുളം സ്വദേശിയാണ്. അപ്പം ആർദ്രയുടെ പ്രവർത്തനങ്ങൾ ആർദ്ര ഇനിയൊരു നമുക്ക് നല്ലൊരു ഫെമിലിയറായി മാറട്ടെ. ആർദ്രയ്ക്ക് എല്ലാവിധ വിജയാശംസകളും നിന്നുകൊണ്ട് ആർദ്രയെ ക്ഷണിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ആർദ്ര. ഞാൻ ഓലക്കുളം ഓലക്കുളത്താണ് താമസിക്കുന്നത്. എന്നാൽ എനിക്ക് ആർക്കും പരിചയമുള്ളതെന്ന് എനിക്കറിയാം. എൻ്റെ ഹസ്ബൻഡ് കോട്ടയം BMSന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ മത്സരിക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ നമ്മുടെ വനിതാ വാർഡാണ്. അപ്പം നമ്മുടെ NGOയുടെ മെമ്പർ അത് വന്ന് പറഞ്ഞു, ജസ്റ്റ് എനിക്ക് നമുക്ക് നോക്കാം, എല്ലാത്തിനും ഒരു മാറ്റം വേണം എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ ജസ്റ്റ് നിന്നതാണ്. പിന്നെ പ്രചരണം 3/4 ഭാഗം പൂർത്തീകരിച്ചപ്പോൾ എന്ത് തോന്നുന്നു എന്ന് വെച്ചപ്പോൾ നമ്മുടെ വെച്ചിച്ചിറ പഞ്ചായത്ത് ഏറ്റവും പുറകിലോട്ടാണെന്നാണ് തോന്നുന്നത്. കാരണം സത്യം പറഞ്ഞാൽ 3.5 വർഷമായിട്ട് ചേട്ടൻ പറഞ്ഞു റോഡിന്റെ അവസ്ഥ ചേട്ടൻ പറഞ്ഞു അത് തെറ്റാണ്. കാരണം 3.5 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഞാനും അനുഭവിക്കുന്നതാണ്. കാരണം മുകളിലോട്ടും പോകത്തില്ല, താഴോട്ടും പോകത്തില്ലാത്തൊരു അവസ്ഥയിലാണ്. കാരണം നമുക്കറിയാം, മാർദ്ദംകവല, ഓലക്കുളം, കൊല്ലമ്പളം, വെൺകുറി ബന്ധിപ്പിക്കുന്ന റോഡിന്റെ സെന്ററിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഒരു കാരണവശാലും കൊല്ലമ്പളം സ്കൂൾ ബസ് എല്ലാം വരണ നമ്മുടെ വഴിയിലാണ്. പക്ഷെ ഒരു കാരണവശാലും അതിലെ ഒരു ആൾക്കാർക്ക് പോയിട്ട് ഒരു സ്കൂട്ടറിന് പോലും പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലാണ് ആ വാർഡ് 3, 4 ബന്ധിപ്പിക്കുന്ന വാർഡ് ഉള്ളത്. ഏറ്റവും പുറകിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പുറകിലോട്ട് ഏതാ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അത് വെച്ചിച്ചിറ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. പിന്നെ വിജയിച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തികൾ ഏറ്റവും ഫസ്റ്റ് പറയുന്നത് ഈ റോഡിന്റെ കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളൊക്കെയാണ് എന്നെ വിജയിപ്പിക്കേണ്ടതും. അത് പരാജയപ്പെട്ട എന്തായിരിക്കും തുടർ പ്രവർത്തനം, ഇതുപോലൊക്കെ തന്നെ BJP തന്നെ ഉണ്ടായിരിക്കും. അതും നാടിനു വേണ്ടി തന്നെ പ്രവർത്തിക്കും. പ്രചരണ സമയത്ത് അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ ഇതുവരെ ഒന്നുമില്ല. ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ടല്ലോ, അറിയില്ല എങ്ങനെയാവുന്നത്. ഏത് സ്ഥാനാർത്ഥിയെ പറ്റി എനിക്ക് വലിയ അറിവില്ല. എനിക്ക് ആരെയാണ് നിശ്ചയിച്ചേ അറിയത്തുള്ളൂ, വേറെ അറിയത്തില്ല. അതുകൊണ്ട് പിന്നെ എലിസബത്ത് ചേച്ചി എൻ്റെ അയൽവക്കക്കാരിയാണ്. ചേച്ചിയെ ജസ്റ്റ് കണ്ടുപരിച്ചത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അറിയില്ല. പിന്നെ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് വന്യമൃഗശല്യം. അത് ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പറമ്പിലും വന്യമൃഗങ്ങളെല്ലാം തന്നെ കയറുന്നുണ്ട്, പന്നിയായാലും എല്ലാം. അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരിലും എത്തിക്കുന്നതാണ്. പിന്നെ ഇപ്പൊ റോഡിന്റെ അവസ്ഥ പറഞ്ഞു, അത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഏറ്റവും വലിയൊരു അവസ്ഥയാണ് വെച്ചിച്ചിറ പഞ്ചായത്തിന്റെ. ഏറ്റവും ശോചനീയാവസ്ഥ തന്നെയാണ് റോഡും എല്ലാം. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തി. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ ഹരിതകർമ്മസേന എല്ലാം നമ്പർ 1 ആണ് നമ്മുടെ വെച്ചിച്ചിറ പഞ്ചായത്തിന്റെ. പക്ഷേ എന്റെ വീട്ടിൽ നടന്ന അനുഭവം ഞാൻ പറയാം. നമ്മളൊരു പാക്കറ്റ് കവറ് ജസ്റ്റ് കഴുകി അത് വൃത്തിയാക്കി ഉണക്കി കൊടുത്താൽ മാത്രമേ ഹരിതകർമ്മസേന കൊണ്ടുപോകത്തുള്ളൂ. അല്ലാതെ ഒരു അരിപ്പൊടിയുടെ പാക്കറ്റിലും ശക്കല അരിപ്പൊടി കിടന്നാൽ പോലും അവരെടുക്കത്തില്ല. അത് 50 രൂപ വാങ്ങിച്ച പ്ലാസ്റ്റിക് അവിടെ മാറ്റി വെച്ചിട്ട് 50 രൂപ വാങ്ങിച്ചുകൊണ്ട് പോകും. അത് മാറ്റണം. പിന്നെ നമ്മുടെ പമ്പാ നദിയിലെ മണൽ അവസ്ഥ എല്ലാവരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. റോഡിന്റെ ഇരുവശങ്ങളിലെ കാട് നിറഞ്ഞ അവസ്ഥ, അത് നമ്മൾ തന്നെയാണ് ശരിയാക്കേണ്ടത്. അല്ലാതെ തൊഴിലുറപ്പുകാരോ അതല്ലാതെ പ്രത്യേകിച്ച് ഫണ്ടോ അങ്ങനെയൊന്നും പഞ്ചായത്തുകളിൽ നിന്നില്ല. നമ്മുടെ വീടിന്റെ ഫ്രണ്ട് വശം നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ജീവൻ മിഷന്റെ അത് ഞങ്ങൾക്കും നമ്മുടെ അതിലേയും പോയിട്ടുണ്ട്. പക്ഷെ ഇതായിട്ട് ഒരു കുടിവെള്ളവും അങ്ങനെയൊന്നും നമ്മുടെ പഞ്ചായത്തിൽ ഒന്നും നടന്നിട്ടില്ല. അത് എത്രയും പെട്ടെന്ന്
നടത്തണ കേന്ദ്ര ഫണ്ട് എല്ലാം അനുവദിച്ച് കിടക്കുന്നതാണ്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി ആർദ്ര. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ആർദ്ര അടുത്തതാരാണെന്ന് വാർഡ് 9 നമ്മളുടെ ബ്രേക്കിനായ അമലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഈ നാട്ടിൽ കൂടെ ഒരു ചെറുപ്പം മുതലേ നമുക്കറിയാം, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കൊച്ചു പയ്യനായിട്ട് ഇവിടെ തുടങ്ങിയ ആളാണ്. വാർഡ് മത്സരിക്കുന്നു. എപ്പോഴും ജീവിക്കുന്ന മുഖവുമായിട്ട് നമ്മുടെ നാട്ടിലൂടെ കാണുന്ന അമലിനെ നമുക്കെല്ലാം അറിയാം. അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റാണ്. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ അമൽ വളരെ കഴിഞ്ഞ ഇടയ്ക്ക് വരെ വിദ്യാഭ്യാസപരമായിട്ട് അമൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. കുറച്ച് കാര്യങ്ങളുണ്ട് അമലിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അമലിനെ ക്ഷണിച്ചു. എൻ്റെ സഹമത്സരാർത്ഥികൾ, ത്രിവേണിയുടെ ഭാരവാഹികൾ, ഏറ്റവും പ്രിയങ്കരായ കുരുമമൊഴിയിലെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്ഥാനാർത്ഥി ഇനി ഞാൻ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ സമയക്കുറവുകൊണ്ട് മറ്റ് ചോദ്യങ്ങളിലേക്ക് മത്സരിക്കാനുണ്ടായ സാഹചര്യം എൻ്റെ സുഹൃത്തുക്കളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടതുകൊണ്ടും അതിലുപരി ഈ നാടിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള സ്വയബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. പ്രചരണം 3/4 ഭാഗം പൂർത്തീകരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? പ്രചരണം 3/4 ഭാഗം പൂർത്തീകരിക്കുമ്പോൾ ശുഭപ്രതീക്ഷയാണ്, വിജയപ്രതീക്ഷയാണ്. അതിലുപരി ഈ നാടിന്റെ ജീവൽ പ്രശ്നങ്ങൾ ഒരുപാട് അടുത്തറിയാനും കാണാനും കഴിയും. ഞാൻ ഏതാണ്ട് ഒരു 15 വയസ്സ് മുതൽ പൊതുപ്രവർത്തന രംഗത്ത് എന്റെ ജീവിതത്തിൽ ഈ ത്രിവേണിക്കൊക്കെ ഒരു വലിയ സ്ഥാനമുണ്ട്. ഏതാണ്ട് 16 വയസ്സിൽ ഞാൻ ആദ്യമായി ഇവിടെ ഒരു സംവാദത്തിന് വന്ന ആളാണ്. അന്ന് എന്റെ പാനലിസ്റ്റ് ജോസിയായിരുന്നു, തൊട്ടിയിലെ ജോസിയായിരുന്നു. അതിനുശേഷം ജോസി ഉൾപ്പെടെ ഞാൻ തിരഞ്ഞെടുത്ത രാഷ്ട്രീയത്തിനൊപ്പം ചേർക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനബോധത്തിലാണ് രണ്ടാമത് ത്രിവേണിയിൽ എത്തുന്നത് കൂടി. അപ്പോ പ്രചരണം 3/4 ഭാഗം എത്തുമ്പോൾ ഇതൊക്കെയാണ് തോന്നുന്നത്. പിന്നെ വ്യക്തിപരമായ ചില ചെറിയ നൊമ്പരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തോളേക്കായിട്ട് നടന്ന ആളുകൾ തീവ്രമായ ചില രാഷ്ട്രീയ അഭിപ്രായത്തിന്റെ ഒക്കെ പേരിൽ വിമർശിക്കുന്നതൊക്കെ കാണുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറത്ത് പ്രചരണം 3/4 ഭാഗമാകുമ്പോൾ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വിജയിച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികൾ ഒരുപാടുണ്ട്. അതിലൊന്നാമത് ഈ നാടിന്റെ ഏറ്റവും വലിയ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. ആ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഒന്നാമത്തേത് ഈ നാടിന്റെ റോഡാണ്. ഏതാണ്ട് 10 റോഡുകളാണ് ഈ നാട്ടിൽ നിലവിലുള്ള റോഡുകൾ മെയിന്റനൻസ് ചെയ്യാനും ഇനിയും പുതിയ റോഡുകൾ, മണ്ണിട്ട റോഡുകൾ കോൺക്രീറ്റ് ചെയ്യേണ്ടതുമുള്ളത്. അത് ഈ നാടിന്റെ അടിസ്ഥാന പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാനായിരിക്കും ഒന്നാമതായി പരിഗണന കൊടുക്കുക. രണ്ടാമതായി ഈ നാട്ടിൽ നിരവധിയായ കർഷകർ തിങ്ങിപ്പാർക്കുന്ന ഒരു നാട് കൂടിയാണ്. ഇടത്തരക്കാരായ സാധാരണക്കാരായ കർഷകർ. എനിക്കും നിങ്ങൾക്കും എല്ലാം അറിയാവുന്നതുപോലെ ഒരു എല്ലേ പട്ടയ വിഷയം നമ്മളുടെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു വെള്ളമുതടിയായി നിൽക്കുക. നമ്മൾ തേക്ക് മരം വെച്ചത്, നാട്ടിൽ നമ്മുടെ കൃഷിയിടങ്ങളിൽ മരങ്ങൾ നട്ടതൊക്കെ നമ്മുടെ സ്വപ്നങ്ങളിലേക്കുള്ള ചവിട്ടുപാതകളായിരുന്നു. കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് പെട്ടെന്നുണ്ടാകുന്ന ആശുപത്രി കാര്യങ്ങൾക്ക് ലോൺ അടയ്ക്കാൻ അങ്ങനെ വെച്ച മരങ്ങൾ വെട്ടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോ ആ വിഷയം പരിഹരിക്കുന്നതിനാവശ്യമായി കേരളത്തിന്റെ സർക്കാരിനെ ഈ വിഷയം ബോധിപ്പിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും അതിനൊരു നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. 1964 ശേഷം ലഭിച്ച പട്ടയമാണ് നമ്മുടെ ഈ പ്രദേശങ്ങളിലെല്ലാം ഉള്ളത്. അന്ന് ലഭിച്ച പട്ടയത്തിൽ എഴുതി ചേർത്ത ഒരു വാചകമാണ് ഇതിന് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നത്. അതിനൊരു നിയമനിർമ്മാണമാണ്, അതിന് ശാശ്വതമായ പരിഹാരം. ഈ വിഷയം മെമ്പറായി മത്സരിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട സാമാജികരിൽ, നിയമസഭാ സാമാജികരിൽ ഉൾപ്പെടെ ഉയർത്തിയിരുന്നു. ബഹുമാനപ്പെട്ട MP കണ്ടി പ്രശ്നം പറഞ്ഞിരുന്നു. അതിനുശേഷം കേരളത്തിന്റെ നിയമസഭയിൽ 2 MLA മാർ, പ്രിയപ്പെട്ട KU ജിനീഷ് കുമാർ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, രണ്ടുപേരും ഈ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. അതിന് പരിഹാരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും റവന്യൂ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് ആ വിഷയങ്ങൾ കൂടുതൽ പഠിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയാണ്. അത് കൂടുതൽ ഊർജത്തിൽ നടത്താൻ വേണ്ടുന്ന സമ്മർദ്ദം നടത്താൻ ഉള്ള ശ്രമങ്ങൾ നടത്തും. മൂന്നാമത്തെ പ്രശ്നം ഈ നാട്ടിലെ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എഴുതിയിട്ടുകൂടിയുണ്ട്.
ഇപ്പോ നിലവിൽ മണൽ ഖനനം എന്ന് പറയുന്നത് രണ്ട് പ്രശ്നങ്ങളാണ്, രണ്ട് പ്രതിസന്ധികളാണ് നമ്മുടെ നാടിനുള്ളത്. ഒന്ന്, ഈ മണൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ നാട്ടിൽ പ്രളയ സാധ്യതയ്ക്ക് വളരെ കൂടുതലാണ്. രണ്ടാമത്തെ പ്രശ്നം, ഈ നാട്ടിൽ മണൽ വാരാൻ കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചതിന്റെ അകത്ത് പറഞ്ഞു കോറി മാഫിയ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട് നമ്മൾ ചൂഷണം ചെയ്യുന്നത്. ഈ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഒരു തൊഴിലാവുന്നുണ്ട്. ഈ സാമ്പത്തിക വിനിമയം നമ്മുടെ പ്രദേശത്ത് നടക്കുന്നതിലൂടെ നമ്മുടെ പ്രദേശത്തെ സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് നടത്താൻ കഴിയും. നാലാമത്തെ പ്രശ്നം, ഈ നാട്ടിലെ ഗതാഗത പ്രശ്നങ്ങളാണ്. ബസ്സില്ലാത്ത പ്രശ്നമാണ്. കുരുമൻമൊഴി ഒരു മലയോര നാടാണ്. ഈ നാടിനകത്ത് ബസ്സുകളില്ലാത്തൊരു വലിയ പ്രശ്നമുണ്ട്. വലിയ ഈയിടെ നമ്മുടെ കോളനി സ്കൂൾ ഇപ്പൊ വെച്ചുച്ചിറ പഞ്ചായത്തിനെ സംബന്ധിച്ചെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വെച്ചുച്ചിറയിലുള്ള ഒരു ആശുപത്രി, ഈ പഞ്ചായത്തിലുള്ള ഒരു ആശുപത്രി വെച്ചുച്ചിറയിലാണ്, പോലീസ് സ്റ്റേഷൻ വെച്ചുച്ചിറയിലാണ്, പഞ്ചായത്ത് വെച്ചുച്ചിറയിലാണ്, ഹോമിയോ ആശുപത്രി വെച്ചുച്ചിറയിലാണ്. അങ്ങനെ ദൈനംദിനമായി ഈ നാട്ടിലെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ ഓഫീസുകളും അവിടെയാണ്. പക്ഷെ അവിടേക്ക് പോകാൻ ഈ നാട്ടിലെ സാധാരണക്കാരൻ ഒരു ഗതാഗത മാർഗ്ഗമില്ല. ഇവിടെ നിന്നുള്ള മനുഷ്യൻ ഇവിടെ നിന്ന് വാഹനം കയറി എരുമേലിയിൽ ചെന്ന് കരിങ്കല്ലുംകുഴിയിൽ ഇറങ്ങി അവിടെ നിന്ന് വെച്ചുച്ചിറയ്ക്ക് പോകുന്ന ഗതികേടുണ്ട്. 1-2 KSRTC-കളാണുള്ളത്. അതിനെ ഗ്രാമവണ്ടികൾ, പഞ്ചായത്തിന് ഗ്രാമവണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഗ്രാമവണ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ ഗതാഗത വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. പിന്നീട് ഇവിടുത്തെ സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ഇടപെടുന്ന സഹകരണ സംവിധാനങ്ങളാണ്. ഈ നാട്ടിലെ സഹകരണ ബാങ്ക് വെങ്കുറിഞ്ഞി ബാങ്കാണ്. ഈ നാട്ടിലെ സാധാരണക്കാരൻ ഏറെ പ്രതീക്ഷയോടുകൂടി പൈസ കൊണ്ട് നിക്ഷേപിച്ച സ്ഥലം വെങ്കുറിഞ്ഞി ബാങ്കാണ്. ആ വെങ്കുറിഞ്ഞി ബാങ്കിനെ സംബന്ധിച്ച് നിലവിൽ നിക്ഷേപകർക്ക് പണം കിട്ടാത്ത ദൈന്യത നിറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. എത്രയോ അമ്മമാർ കരയുന്നത് കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് പണമിട്ട മനുഷ്യരുണ്ട്. വിവാഹ ആവശ്യങ്ങൾക്ക്, മകളുടെ വിവാഹത്തിന് പണം നിക്ഷേപിച്ച മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് ആ പണം തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും അടിയന്തരമായി വിജയിക്കാൻ കഴിഞ്ഞാൽ അത് കേരള സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നിയമപരമായ നടപടി സ്വീകരിക്കുകയും ആരൊക്കെ പണം കൊടുക്കാനുണ്ടോ ആ പണം തിരികെ വാങ്ങുന്നതിനുള്ള നടപടികൾ നടത്തുകയും അത് ഈ ലഭിക്കാനുള്ളവർക്ക് എത്തിച്ചു നൽകുന്നതിനുമുള്ള ഒരു ശ്രമം നടത്തും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതാണ് ഔസേപ്പൻ സൂചിപ്പിച്ച ഒരു അഭിപ്രായമാണ് ഏറ്റവും സ്വാഗതാർഹമായ ഒരു അഭിപ്രായം. ഈ പറഞ്ഞ ആശുപത്രി വെച്ചുച്ചിറയിലാണ്. അവിടേക്ക് ഗതാഗത മാർഗ്ഗമില്ല. ഏതാണ്ട് ഒരു ആദിവാസി 400 അടുത്ത് മനുഷ്യരുള്ള ഒരു ആദിവാസി വിഭാഗത്തിലുള്ള കുരുമൻമൊഴി ഉൾപ്പെടെ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർ ജീവിക്കുന്ന ഈ പ്രദേശത്തിന്റെ അകത്തെ ആശുപത്രി സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ആഴ്ചയിലൊന്നെങ്കിലും, അദ്ദേഹം ആഴ്ചയിൽ 2 ദിവസമാണ്, ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരു ഡോക്ടർ വെച്ചുച്ചിറ നമ്മുടെ ചാത്തന്തറയിലെ ഹെൽത്ത് സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കേരളത്തിന്റെ പ്രിയങ്കര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കാൻ കഴിയണം. പിന്നെ ഈ പ്രദേശത്താണ് പൊതുശ്മശാനം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത്. വെച്ചുച്ചിറ പഞ്ചായത്തിൽ പൊതുശ്മശാനത്തിലേക്ക് ജീവനുള്ള മനുഷ്യന് പോയിട്ട് ജീവിച്ചിരിക്കാത്ത മനുഷ്യന് പോലും കടന്നു ചെല്ലാൻ പറ്റത്തില്ലാത്ത സ്ഥിതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോ ആ പൊതുശ്മശാനത്തെ നവീകരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഈ നാട്ടിൽ ഓരോ വീടും കയറി ചെല്ലുമ്പോൾ കണ്ടത് ദൈന്യത നിറഞ്ഞ കാഴ്ചകളാണ്. ഇവിടെ ഇതിനു മുമ്പും ഞാൻ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായൊക്കെ നിന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രദേശത്ത് താഴേക്ക് ഒരു കുത്തിറക്കം ഇറങ്ങിയാൽ അങ്ങോട്ടേക്ക് വണ്ടി ചെല്ലത്തില്ല. താഴേക്ക് ഒരു കുത്തിറക്കം ഇറങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന് കയറി ചെല്ലാൻ കഴിയാത്ത സ്ഥലങ്ങൾ ഈ വാർഡിനകത്തുണ്ട്. അവിടെ ഒരു മനുഷ്യൻ മരിച്ചപ്പോ, ഞാൻ അറിയുന്ന എന്റെ പ്രിയങ്കരനായിരുന്ന മനുഷ്യൻ മരിച്ചപ്പോ ആ മൃതദേഹവുമായി അതിന്റെ മുകളിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥലമുണ്ട്. ഇവിടെ അടുത്ത് അങ്ങനെ ഒരു മരണം ഈയിടെ ശ്മശാന റോഡിൽ നടന്നു. അവിടെ ഈ മൃതദേഹത്തെ അയാൾ അന്ന് വരെ ജീവിച്ചിരുന്ന വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയാത്ത സ്ഥിതി അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ സാധാരണപ്പെട്ട മനുഷ്യർക്ക് വഴി വേണം, വെളിച്ചം വേണം. ഈ നാട്ടിൽ പഞ്ചായത്ത് മെമ്പർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ വികസനങ്ങൾ ഈ നാട്ടില് വെളിച്ചം എത്തിക്കുക എന്നുള്ളതാണ്. ഈ നാട്ടിൽ വെളിച്ചമില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. നാട്ടിൽ ഇനിയും വെളിച്ചം എത്താത്ത തിരുനെല്ല സാബുച്ചേട്ടനെ ഞാൻ ഇവിടെ കണ്ടിരുന്നു. അവരുടെ വീടിന്റെ താഴോട്ട് ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങൾക്കകത്ത് സ്ട്രീറ്റ് ലൈറ്റും പോസ്റ്റും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. നിരവധി സ്ഥലങ്ങൾക്കകത്ത് വെള്ളം എത്തിയിട്ടില്ലാത്ത, ഹൗസ് കണക്ഷൻ ഇല്ലാത്ത വീടുകളുണ്ട്. അവിടേക്ക് ജലവും വെളിച്ചവും റോഡും ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്ന നിലയിലേക്കുള്ള ഇടപെടലാണ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് ഈ നാട്ടിലെ ഏതാണ്ട് 1386 വോട്ടർമാരാണ് 9ാം വാർഡിലുള്ളത്. ആ 9ാം വാർഡിലുള്ള ഓരോ മനുഷ്യരുടെയും ഓരോ അമ്മമാരുടെയും ഓരോ സ്നേഹിതരുടെയും സഹോദരങ്ങളുടെയും പ്രശ്നങ്ങൾക്കകത്ത്
വിളിച്ചാൽ ആദ്യം ഓടിയെത്തുന്ന ആളായി ഞാൻ മാറും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കാനുള്ളത്. നിങ്ങൾക്ക് എന്നെ ഫോൺ വിളിച്ചാൽ കിട്ടാതിരിക്കില്ല, എന്നെ അന്വേഷിച്ച് കബഡി നടത്തേണ്ടി വരില്ല, മഷി നോക്കേണ്ടി വരില്ല. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ വീടുകളിലേക്ക് 3 മാസം കൂടുമ്പോൾ വന്ന് നിങ്ങളുടെ വീട്ടിലെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു പഞ്ചായത്ത് പ്രതിനിധിയായി നിങ്ങൾക്കൊപ്പം ഉണ്ടാവുമെന്നാണ് ഈ പദ്ധതികളുടെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത്. പരാജയപ്പെട്ടാൽ എന്തായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ? എന്ത് പ്രവർത്തനങ്ങളാണോ ഇന്നലെ വരെ നടത്തിയിരുന്നത്? ഏതാണ്ട് 15 വയസ്സ് മുതൽ ഈ നാട്ടിലെ ജീവൽ പ്രശ്നങ്ങൾക്കകത്ത് ഞാൻ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 2 മാസത്തിലൊന്ന് ഇതിന്റെ അകത്ത് വീടുകളിലേക്ക് ഞാൻ പൊതിച്ചോറ് കളക്ട് ചെയ്യാൻ എത്തിക്കൊണ്ടിരുന്നതാണ്. കോന്നി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് പൊതിച്ചോറ് കൊടുക്കുന്നതിന്റെ അകത്ത് അപ്പൊ പൊതിച്ചോറിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ഏതാണ്ട് 15 വയസ്സുള്ളപ്പം നിങ്ങളുടെ ഈ നാട്ടിലെ ചില ചെറുപ്പക്കാരെ കൂട്ടി നിങ്ങളുടെയൊക്കെ വീടുകളിൽ വന്ന് കരോളിന്റെ ഭാഗമായി ലഭിച്ച കുഞ്ഞു പൈസ സൂക്ഷിച്ചു വെച്ചാണ് ചാത്തന്തറയിൽ ഇപ്പോഴുമുള്ള വെയിറ്റിംഗ് ഷെഡ്. ചാത്തന്തറയിൽ പഞ്ചായത്തിന്റെ ഭാഗമായി ഒരു വെയിറ്റിംഗ് ഷെഡോ ടോയ്ലറ്റോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്ന് വരെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ ചെയ്തത് അത് ഉൾപ്പെടെ പിന്നെ എന്റെ എതിർ സ്ഥാനാർത്ഥി ആരെങ്കിലുമാണ് ജയിക്കുന്നതെങ്കിൽ ഈ നാടിന്റെ വികസനത്തിന് ഇപ്പൊ അവരെല്ലാം പറഞ്ഞ അഭിപ്രായങ്ങളുണ്ട്. അതിനോടെല്ലാം യോജിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ്. തോറ്റുപോയാൽ പരാജയപ്പെട്ടാൽ എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പ്രചാരണ സമയത്ത് അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കപ്പുറത്ത് പ്രചാരണ സമയത്ത് അഭിമുഖീകരിച്ചത് ഈ നാടിന്റെ പ്രശ്നങ്ങളാണ്. അതാണ് ഞാൻ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചത്. വഴിയില്ലാത്ത മനുഷ്യർ, വീടില്ലാത്ത മനുഷ്യർ, പൊട്ടിപ്പൊളിഞ്ഞ വീടിന്റെ അകത്ത് ചോർന്നൊലിക്കുന്ന പെരയുമായി കഴിയുന്ന സഹായമില്ലാത്ത അമ്മമാർ, അങ്ങനെ നിരവധിയായ മനുഷ്യരുടെ ജീവൽ പ്രശ്നങ്ങളാണ് ഞാൻ മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്നിൽ മുന്നിൽ വന്ന പ്രശ്നങ്ങൾ. ആ മനുഷ്യരുടെ എല്ലാം ജീവൽ പ്രശ്നങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതെന്നാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. എതിർ സ്ഥാനാർത്ഥിയെ പറ്റി ഏതെങ്കിലും ഗുണങ്ങൾ? എനിക്ക് 2 എതിർ സ്ഥാനാർത്ഥികളാണുള്ളത്. 2 പേരെയും പരിചയമുണ്ട്. ഒരാൾ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഒരു ചെറുപ്പക്കാരനായതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഈ നാടിന്റെ നിരവധിയായ വിഷയങ്ങൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എന്തായാലും മുഖം നോക്കാതെ അഭിപ്രായം പറയുന്ന ഒരാളാണ് മണിച്ചേട്ടൻ എന്നുള്ളതാണ് എന്റെ അനുഭവം. ഔസേപ്പൻ ചേട്ടൻ ആയി ഞാൻ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഞങ്ങൾ വ്യക്തിപരമായി സംസാരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം എവിടെ വെച്ച് കണ്ടാലും പരസ്പരം ആശംസകൾ നേരുകയും കൈകൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സൗമ്യനായ ഒരു മനുഷ്യൻ ഇതാണ്. അങ്ങനെ പക്ഷെ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് ആശയങ്ങൾ തമ്മിലുള്ളതാണ്, അഭിപ്രായങ്ങൾ തമ്മിലുള്ളതാണ്. ഈ പറഞ്ഞ ഇതിനെല്ലാം മാറ്റിവെക്കുന്നതാണ്. ആ തെരഞ്ഞെടുപ്പിനെ വ്യക്തിപരതയ്ക്കപ്പുറത്തേക്ക് സമൂഹത്തിന്റെ നന്മ എന്ന നിലയിലേക്കാണ് ഞാൻ കാണുന്നത്. നാടനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒന്നാമതായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വന്യമൃഗ ശല്യമാണ്. വന്യമൃഗ ശല്യത്തെ സംബന്ധിച്ച് അതിസാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ കഴിയും. അപ്പൊ അതിന്റെ അകത്തൊന്ന് ഹാങ്ങിങ് ഫെൻസിംഗ് ഉണ്ട്, സോളാർ ഫെൻസിംഗ് ഉണ്ട്, കിടങ്ങുകൾ നിർമ്മിക്കാൻ കഴിയും. അതിലെല്ലാം ഉപരിയായിട്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർക്ക് ജലത്തിന്റെ ദൗർലഭ്യം കാട്ടിനകത്തുണ്ടായതാണ്, ഭക്ഷ്യവസ്തുക്കളുടെ അഭാവം കാട്ടിനകത്തുണ്ടായതാണ്. അതുകൊണ്ട് കേരളത്തിന്റെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ നാടിന്റെ അകത്ത്, ഈ കാടിനകത്ത് നിരവധിയായ കുളങ്ങൾ നിർമ്മിക്കാൻ, അവരുടെ വനത്തിലെ സ്രോതസ്സുകളെ, ജലസ്രോതസ്സുകളെ വൃത്തിയായി സൂക്ഷിക്കാൻ കുളങ്ങൾ നിർമ്മിക്കാൻ, അതിനപ്പുറത്തേക്ക് ഭക്ഷ്യ സാധ്യതയുള്ള വിഭവങ്ങൾ കാടിനകത്ത് കൃഷി ചെയ്യിപ്പിക്കാൻ, കൃഷിയല്ല കാടിനകത്ത് വളർത്തുവാനുള്ള ശ്രമം നടത്തും. സ്വാഭാവികമായിട്ടും അവിടെ ഭക്ഷണത്തിന്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാത്ത സാഹചര്യം ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ ഗിരിവർഗക്കാർ ഉപയോഗിച്ചിരുന്ന പരമ്പരാഗതമായ രീതികളുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ എന്നെക്കാൾ ഒരുപാട് പ്രായമുള്ള മനുഷ്യരൊക്കെ ഇവിടെ ഉണ്ട്. ഇവർക്കൊക്കെ അറിയാവുന്ന ചില പൊടിക്കൈകളൊക്കെ ഉണ്ട്. ഇപ്പോ മുളക് പോയിക്കുന്ന ചില രീതികളുണ്ട്. അപ്പൊ അങ്ങനെ ഗിരിവർഗക്കാർ, അടിസ്ഥാന വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ പ്രായോഗികമായി ചെയ്ത് വിജയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും സാങ്കേതിക വിദ്യയും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും നൂതനമായ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കും ഈ വന്യമൃഗ ശല്യത്തെ നേരിടാൻ ചെയ്യാൻ കഴിയുക. റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഒന്നാമത്തെ പ്രാമുഖ്യം അതിന് തന്നെയാണ്. അതിന് ഈ നാടിന്റെ അകത്ത് പല ഗവൺമെന്റുകളുണ്ട്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റുണ്ട്, കേരള സർക്കാരുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധങ്ങളായുണ്ട്. ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, വാർഡുണ്ട്, രാജ്യസഭാ എംപിമാരുണ്ട്. അങ്ങനെ നിരവധിയായ ഫണ്ടുകളുടെ സാധ്യതകളുണ്ട്. അപ്പൊ എനിക്ക് പ്രോട്ടോകോളിനെ കുറിച്ച് വലിയ വിവരമില്ലെങ്കിലും ഈ നാടിന്റെ വികസനത്തെ കുറിച്ച്, റോഡുകളെ കുറിച്ച് നിരന്തരം ഈ മനുഷ്യരുടെ അടുത്തെല്ലാം പോയി സംസാരിക്കാൻ എനിക്ക് കഴിയുമെന്ന് നല്ല ഉറപ്പുണ്ട്. ഈ നാട്ടിലെ
1386 വരുന്ന മനുഷ്യരുടെ ശബ്ദമായി മാറാൻ ഈ പറഞ്ഞ സർക്കാരുകൾ അടുത്ത് ഈ നാടിനു വേണ്ടി സമീപിക്കാൻ എനിക്ക് കഴിയും എന്ന നല്ല ആത്മവിശ്വാസം എനിക്കുണ്ട്. പമ്പാ നദിയിൽ മണൽ നിറഞ്ഞ അവസ്ഥയെ സംബന്ധിച്ച് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് പറഞ്ഞു വെക്കേണ്ടത്. ഇവിടെ സൂചിപ്പിച്ചു, ഹരിതകർമ്മസേനയിൽ ഏതാണ്ട് 6 മാസം കൂടി വരുന്ന ആളുകൾക്ക് 2 പ്ലാസ്റ്റിക് കൂടും 50 രൂപയും കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. എന്റെ അഭിപ്രായം എത്തരത്തിൽ പ്രായോഗികമാക്കാമെന്ന് എനിക്ക് കഴിയില്ല. ഈ പറഞ്ഞ പ്രോട്ടോകോളിന്റെ അറിവിനെ കുറിച്ചുള്ള അഭാവം എനിക്കുണ്ട്. എങ്കിലും എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിലെ വീട്ടുകളിൽ നമുക്ക് മാലിന്യങ്ങൾ 3ആയി തിരിച്ച് സൂക്ഷിക്കാം. 1 പ്ലാസ്റ്റിക്, 2 ഗ്ലാസ് മാലിന്യങ്ങൾ, 3 ജൈവ മാലിന്യങ്ങൾ. ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വീടുകളിൽ ഒരു അല്പം സ്ഥലം കണ്ടെത്തിയാൽ കുറേയധികം നാളത്തേക്ക് നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, നമുക്ക് ജൈവ മാലിന്യങ്ങളെ പ്രോസസ് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങൾക്ക് ആവശ്യമായ, നമ്മുടെ നാട്ടിലെ പച്ചക്കറി ജൈവ കൃഷികൾക്ക് ആവശ്യമായ വളമായി അതിനെ മാറ്റാൻ കഴിയും. മറ്റ് 2 മാലിന്യങ്ങളെ പഞ്ചായത്ത് എന്ന നിലയിൽ ശേഖരിക്കുന്ന ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കണം. അങ്ങനെ കേരളത്തിന് ഒരു വെച്ചൂച്ചറ മോഡലിനെ അല്ലെങ്കിൽ ഒരു കുരുമൽമൊഴി മോഡലിനെ നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. നമുക്ക് നാളുകൾ കൂടുമ്പം വീട്ടിലേക്ക് വരുന്ന ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച്, നമ്മുടെ നാട്ടിലെ കുടുംബശ്രീയെ ഉപയോഗിച്ച് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ശേഖരിച്ചുകൊണ്ട് അതിനെ നമുക്ക് ഈ പഞ്ചായത്ത് തലത്തിൽ അതിനെ സമാഹരിച്ചുകൊണ്ട് അതിനെ ആക്രിയായിട്ട് വിൽക്കാൻ കഴിയും. അപ്പോ 50 രൂപ കൊടുക്കേണ്ട സ്ഥിതി മാറ്റം വരും. നമുക്ക് 50 രൂപ തന്ന് ഈ മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പുതിയ പദ്ധതിക്ക് നമുക്ക് രൂപം കൊടുക്കണം. അതെന്റെ അഭിപ്രായവും എന്റെ ആശയവുമാണ്. വരുന്ന കാലത്ത് ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം എന്നുള്ളതാണ് ഹരിതകർമ്മസേനയെയും പ്ലാസ്റ്റിക് മാലിന്യത്തെയും സംബന്ധിച്ച് ഇത് രണ്ടിനെയും കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പണം കൊടുക്കുന്നതിന് പകരം കേരളത്തിൽ ആദ്യമായി ഇങ്ങോട്ട് പണം കൊടുക്കുന്ന പഞ്ചായത്ത്, അത് പഞ്ചായത്തിന് ഒരു വലിയ സാമ്പത്തിക സ്രോതസ്സായി മാറും. നമ്മുടെ വീട്ടിൽ നമ്മൾ എറിഞ്ഞു കളയുന്ന അല്ലെ ആക്രിക്ക് കൊടുക്കുന്ന സാധനം കളക്ട് ചെയ്ത് ഹരിതകർമ്മസേന ഒരു പണം അങ്ങോട്ട് കൊടുക്കുന്ന ഒരു പുതിയ പദ്ധതിക്ക് നമുക്ക് രൂപം കൊടുക്കാം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. റോഡിന്റെ ഇരുവശങ്ങളിലും കാടുകൾ നിറഞ്ഞ അവസ്ഥ ആവശ്യപ്പെട്ട് എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് ആ വീട്ടിൽ തന്നെ ആയിരിക്കും എന്നോട് ഈ വിഷയം 1-2 വീടുകളിൽ നിന്ന് പറഞ്ഞു. അതിനെയും ഞാൻ കാണുന്നത് അതിനെ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധിപ്പിച്ചു വേണം. ഇപ്പോൾ സാങ്കേതികമായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും, നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു പുതിയ രൂപത്തെ, ഒരു പുതിയ സ്വപ്നത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഇപ്പോ സ്വകാര്യ വ്യക്തികൾക്കാണ് കൂടുതലും ലാഭം ഉണ്ടാവുന്നത്. ഇപ്പോ എന്റെ പറമ്പിലും കാട് വെട്ടിയിട്ടുണ്ടാവും, നിങ്ങളുടെയൊക്കെ പറമ്പിലും കാട് വെട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ നാടിന്റെ അടിസ്ഥാനപരമായ വികസനത്തിന് മാതൃകയാവുന്ന നിലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതിയെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ഒരു വെയിറ്റിംഗ് ഷെഡ് പഞ്ചായത്തിന് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. നാട്ടിലെ വെയിറ്റിംഗ് ഷെഡ്, നാട്ടിലെ അതുപോലുള്ള സാമൂഹ്യപരമായി നമുക്ക് സമഗ്രമായ വികസനത്തിന് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തൊഴിലുറപ്പ് പദ്ധതിയെ ഉപയോഗപ്പെടുത്തണം. നാട്ടിലെ കല്ലിങ്കുകൾ, നാട്ടിലെ തോട് വൃത്തിയാക്കൽ, അങ്ങനെ നാടിനെ മനോഹരമാക്കുന്ന നിലയിലേക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങളെ മാറ്റി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഇവിടെ പറഞ്ഞു വെച്ചതുപോലെ നിശ്ചയിച്ച് ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ വീടിന്റെ മുമ്പിലെ കാടിനെ സംബന്ധിച്ച്, നടക്കാൻ കഴിയാത്ത സ്ഥിതിയെ സംബന്ധിച്ച് നമുക്ക് തന്നെ ഒരു സ്വയം പ്രേരിതമായ ഉത്തരവാദിത്വം ഉണ്ടാവണം. നമ്മുടെ ഈ നാട്ടിൽ ഇപ്പോ ഈ ത്രിവേണി ഉൾപ്പെടെയുള്ള നമ്മുടെ നാട്ടിലെ സംഘങ്ങൾ ചേർന്ന് നമുക്കൊരു തീരുമാനമെടുക്കണം. നമ്മുടെ വീടുകളുടെ മുമ്പിലെ കാടുകൾ നമ്മൾ വൃത്തിയാക്കും. അത് എവിടെയെങ്കിലും വൃത്തിയാക്കാൻ കഴിയാത്ത പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ, ഇപ്പൊ പ്രായമായ 2 മനുഷ്യർ തന്നെ ജീവിക്കുന്നിടത്ത് അവരോട് വൃത്തിയാക്കാൻ പറയാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്തുണ്ടെങ്കിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ഒക്കെ അപ്പുറത്ത് നിന്ന് ആ ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അത് വൃത്തിയാക്കാൻ കഴിയണം. ആ പ്രദേശം കൂടെ വൃത്തിയാക്കാൻ കഴിയണം. എന്നിട്ട് ഈ നാട്ടിലെ നമ്മുടെ വീടുകളുടെ മുമ്പിൽ നമുക്ക് പൂന്തോട്ടമാക്കി മാറ്റണം. അവിടെ നല്ല പൂക്കൾ വെച്ചുപിടിപ്പിക്കണം. അത് നടക്കാത്ത സ്വപ്നമൊന്നുമല്ല. ഞാനും നിങ്ങളും ഒക്കെ തീരുമാനിച്ചാൽ മതി. ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർ ഈ നാട്ടിലെ എല്ലാ വീടിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്കോ ഈ നാട്ടിലെ എല്ലാ വീടിന്റെ മുമ്പിൽ ചെടികൾ നട്ടുപിടിപ്പിക്കാനും പൂവ് ഉണ്ടാക്കാനും ഒന്നും കഴിയില്ല. അപ്പൊ നമുക്ക് കൂട്ടായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ നാട് മനോഹരമായി കിടക്കണം. പെരുന്തേനരുവി ഉൾപ്പെടെയുള്ള വലിയ ടൂറിസം സാധ്യതകളുള്ള ഒരു മേഖലയാണ് നമ്മുടേത്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ നാട് നമ്മുടേതാണ് എന്ന് അഭിമാനിക്കാൻ കഴിയും ഈ നാട് ഒന്ന് ചേർന്നാൽ. അപ്പൊ അത്തരത്തിൽ
കാടുകൾ വെട്ടുക മാത്രമല്ല, ആ കാടുകൾക്കകത്ത് നല്ല പൂക്കൾ വെച്ച് പിടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. തൊഴിലുറപ്പ് പ്രവർത്തകർ പ്രിയപ്പെട്ട അമ്മമാരെയൊക്കെ ഉപയോഗിച്ച് ഈ നാടിന്റെ ശുചിത്വത്തെയും ഈ നാടിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങളെയും അവരെ പങ്കാളികളാക്കണം എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. പൊതു നടപ്പ് വഴിയുടെ ശോചനീയാവസ്ഥ അതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഏതെങ്കിലും പുതിയ പദ്ധതികൾ മനസ്സിലുണ്ട്? പുതിയ പദ്ധതികൾ ഒരുപാടുണ്ട്. ആ പദ്ധതികളൊക്കെ ഞാൻ ഈ സംസാരത്തിനിടയിൽ പലതും സൂചിപ്പിച്ചു. മറ്റൊന്ന്, കേരളത്തിൽ അനന്തമായ ടൂറിസം സാധ്യതകൾ ഉള്ള ഒരു പ്രദേശമാണ് പെരിന്തേനരുവി. ആ പെരിന്തേനരുവിയുടെ പമ്പാ നദി മലനാട്ടിൽ നിന്ന് ഇടനാട്ടിലേക്ക് പ്രവേശിക്കുന്ന കവാടം അത് നമ്മുടെ ഈ മുന്നിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രദേശത്തിന്റെ വികസനത്തിന്റെ അകത്ത് ആ ടൂറിസം സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളെ പോലെ തന്നെ ഒരു നാടാണ് ആങ്ങമുഴി. ഇതിലും ദൂരം സഞ്ചരിക്കേണ്ട, കാടിനകത്തൂടെ പോകേണ്ട ഒരു പ്രദേശം. ആ ആങ്ങമുഴിക്കകത്ത് കൊട്ടവഞ്ചിയും കയാക്കിങ്ങും ഉൾപ്പെടെയുള്ള പുതിയ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി അവിടെ ആളുകളെ ടൂറിസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, പഞ്ചായത്തിന്, സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് അത്തരത്തിലുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഈ നാട്ടിലെ അത്തരത്തിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നാട്ടിലെ ചെറുപ്പക്കാർക്ക്, എനിക്കും നിങ്ങൾക്കും ഒക്കെ ജോലി ലഭിക്കുന്നതിനും ചെറിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതിലൂടെ സാമ്പത്തികപരമായ അഭിവൃദ്ധി നേടുന്നതിനുമൊക്കെ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയും. മെഡിക്കൽ ക്യാമ്പുകൾ നിരവധിയായ സന്നദ്ധ സംഘടനകളുണ്ട്. അവരെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കാൻ കഴിയും. ഊർജ്ജസ്വലരായ ഒരുപാട് ചെറുപ്പക്കാരുകളുണ്ട്. ആ ചെറുപ്പക്കാരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരെ ഉപയോഗിച്ച് ഈ നാട്ടിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ, പ്രളയം, കോവിഡ്, അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ, ഈ നാടിന്റെ ആവശ്യത്തിന് പ്രവർത്തിക്കാൻ ഒരു സംഘത്തെ തന്നെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ജീവിതശൈലി രോഗങ്ങളുടെ വലിയ പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശമാണ് നമ്മുടേത് മാത്രമല്ല കേരളമെമ്പാടും. അവിടെ ആ ജീവിതശൈലി രോഗങ്ങൾ മാറ്റിയെടുക്കാൻ ഓപ്പൺ ജിം എന്ന പുതിയ ആശയത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് കേരളത്തിലെ പല പഞ്ചായത്തുകളും ചെയ്ത് വിജയിച്ച പ്രവർത്തനത്തെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. ഈ നമ്മുടെ നാടിനകത്ത് ഒരുപാട് കായിക പ്രതിഭകളെ നൽകിയ ഒരു നാട് കൂടിയാണ്. ഇപ്പോ തോമാചാന്റെ കൂടി ഇല്ല, ടിയാന ഒരു ഇന്ത്യ അറിയപ്പെടുന്ന ഒരു കായിക താരമായി മാറേണ്ടതായിരുന്നു. ഞാൻ പോയ പല വീടുകളിലും വളർന്നു വരുന്ന ഒരുപാട് കായിക താരങ്ങളെ കണ്ടു. നമ്മുടെ നാട്ടിലെ ഈ ചെറുപ്പക്കാർക്ക് ഒരു സിന്തറ്റിക് ടെറഫ് എന്ന നിലയിലേക്ക് കളിച്ചു വളരാൻ, അതിനായി രാസലഹരിയൊക്കെ ഇല്ലാതാക്കാൻ ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് കഴിയും. അങ്ങനെ ഒരു സിന്തറ്റിക് ടെറഫ് നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന നിലയുണ്ടാവും. പിന്നീട് ഗ്രാമവണ്ടിയെ സംബന്ധിച്ച് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ ഈ നാടിന്റെ മുഖച്ഛായ മാറ്റാൻ കഴിയുന്ന നിരവധി പദ്ധതികളും ആശയങ്ങളും അഭിപ്രായങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. മുൻവിധികളില്ലാതെ അന്ധമായ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ നാടിന്റെ വികസനത്തിന്, എന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാൻ ഈ നാടും ത്രിവേണിയും ഒപ്പമുണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യം ചെയ്ത് നിർത്തുന്നു. നന്ദി അമൽ. വളരെയേറെ സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു പ്രസംഗത്തിന് വളരെ നന്ദി. അടുത്തത് അമലിന് തന്നെ ആരും വേണ്ട, ഇനി ആരും വേണ്ട, അനു ആണ്. അനു നമ്മളുടെ ഒരു പ്രിയ മകളാണ്. അനു നേരിട്ട് സ്വന്തമായിട്ട് എടുത്ത് അനു തന്നെ അങ്ങ് പ്രസംഗിച്ചാൽ മതി. നമുക്കറിയാം. അപ്പോൾ അനുവിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് അനുവിനെ എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരിക്കുന്ന ഒട്ടുമുക്കാലും പേരെ എനിക്കറിയാം, അതുപോലെ നിങ്ങൾക്ക് എന്നെ അറിയാമെന്ന് തോന്നുന്നു. അതിന് ചോദ്യത്തിലേക്ക് വന്നേക്കാം. മത്സരിക്കാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചാൽ 8ാം വാർഡ് വനിതാ വാർഡായിട്ട് പ്രഖ്യാപിച്ചതിനാൽ എന്റെ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എനിക്കൊരു അവസരം തന്നു. അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ പ്രചാരണം 3/4 ഭാഗം പൂർത്തീകരിച്ചപ്പോൾ എന്ത് തോന്നുന്നു, എനിക്ക് ആദ്യമേ തന്നെ ഉണ്ടായ ജനപിന്തുണ 3/4 ഭാഗം പൂർത്തീകരിച്ചപ്പോഴും ഇവരെല്ലാം എന്റെ കൂടെ ഉണ്ടെന്നൊരു തോന്നല് എനിക്കുണ്ടായി. പിന്നെ വിജയിച്ചാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവൃത്തികൾ എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികൾ, നമ്മുടെ നാടിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്നാണ് എന്റെ വിശ്വാസം. പരാജയപ്പെട്ടാൽ എന്തായിരിക്കും തുടർ പ്രവർത്തനങ്ങൾ? പരാജയപ്പെട്ടാലേ എനിക്കൊരു അവസരം തന്ന പ്രസ്ഥാനത്തോട് ഞാൻ ചേർന്ന് നിൽക്കും. അതുപോലെ തന്നെ എന്റെ ഉപജീവനമായി ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്ന ജോലിയുമായി ഞാൻ മുമ്പോട്ട് പോകും. പ്രചാരണ സമയത്ത് അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ,
ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും വഴിയുടെ പ്രശ്നങ്ങളും വെള്ളപ്രശ്നങ്ങളുമായിട്ട് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ ചെന്നപ്പോ അവർക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു മാർഗമില്ല. അത് ഒരു 2 വീട്ടുകാരുടെ അതിര് ചേർന്നാണ് അവർക്കൊരു നടപ്പുവഴി വരണ്ടേ. അപ്പൊ അതിന് എന്നെ കൊണ്ട് അവരോട് സംസാരിച്ച് അവരെ വഴി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. കാരണം മറ്റൊരാളുടെ സ്ഥലമാണ്. അത് നമുക്ക് ഞാൻ പറഞ്ഞു എന്നെ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥികളെ പറ്റി എന്തെങ്കിലും ഗുണങ്ങൾ, എനിക്ക് എന്റെ എതിർ സ്ഥാനാർത്ഥികളെ 2 വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പരിചയമില്ല. ഇങ്ങനെ ഈ പ്രചരണ സമയത്ത് കണ്ടുള്ള പരിചയം എനിക്ക് അവരുമായിട്ടുള്ളൂ. പിന്നെ ഈ നാട് അനുഭവിക്കുന്ന പ്രശ്നങ്ങളില് ഒരുപാട് പ്രവൃത്തി പരിചയമൊന്നും എനിക്കില്ല. എങ്കിലും എന്നാൽ കഴിയുന്ന സഹായം, ഞാൻ ആർക്കും വലിയ വാഗ്ദാനങ്ങളൊന്നും നൽകിയിട്ടില്ല. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ എന്റെ നാടിന് വേണ്ടി, അതായത് ഞാൻ ജനിച്ചു വളർന്ന എന്റെ നാടിന് എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞ് ഞാൻ നോക്കും. പ്രത്യേകിച്ചും തുടക്കത്തിന്റെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എനിക്ക് തോന്നുന്നു എല്ലാവരും നല്ലപോലെ അവതരിപ്പിച്ചു. ഇതിൽ 3 പേർക്ക് മാത്രമേ അവസരങ്ങൾ കിട്ടുകയുള്ളൂ. ഈ 3 പേർ ബാക്കിയുള്ളവർ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ചടങ്ങുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നിങ്ങളെ ഇത്രയും പേരെ കാണാൻ സാധിച്ചു. തികച്ചും ആരോഗ്യപരമായ ഒരു മത്സരം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ഈ ആരോഗ്യകരമായ സമയത്ത് എല്ലാവരും സന്തോഷത്തോടെയും അവരുടെ തിരക്കിനിടയ്ക്കും ഒക്കെയാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഇവരെ പരിചയപ്പെടാൻ സാധിച്ചതിലും ഇവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സാധിച്ചതിലും ഐഡിയ കേൾക്കാൻ സാധിച്ചതെങ്കിലും എല്ലാവർക്കും ഒരു പുതിയ അനുഭവമാകട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും വിജയിക്കുന്നവരോടൊപ്പം പരാജയപ്പെട്ടവരും ഒന്നിച്ചേർന്ന് നമ്മളുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഒന്നിച്ച ഒരു സ്വപ്നം, രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി, രാഷ്ട്രീയമൊക്കെ ഇലക്ഷൻ കാലം കഴിയുമ്പോൾ മാറ്റിവെച്ചിട്ട് വികസനത്തിന് വേണ്ടി ഒന്നിക്കുന്ന ഒരു നല്ലൊരു സമൂഹത്തെ സ്വപ്നം കണ്ടുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാമിൽ വന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഔദ്യോഗികമായി നന്ദി പറയാൻ വേണ്ടി നമ്മളുടെ വൈസ് പ്രസിഡന്റ് ശ്രീ TP ജോസഫ് അവരോട് സ്നേഹമുള്ള സ്ഥാനാർത്ഥികളെ, സ്നേഹമുള്ള ത്രിവേണി ശാസ്ത്രീയ സംഘത്തിലെ പ്രവർത്തകരെ, മാതാപിതാക്കളെ, നാട്ടുകാരെ, ഇവിടെ 1975 മുമ്പ് ചാത്തത്തറയിൽ ഒരു മാർക്കറ്റ് വരാനും അവിടെ ഒരു ഡിസ്പെൻസറി വരുവാനും വേണ്ടി അന്ന് ഉണ്ടായിരുന്ന പഞ്ചായത്ത് സമിതി ഇവിടെ സ്ഥലം വരെ വാങ്ങിച്ചിട്ടു. അവിടെയാണ് ഇപ്പോൾ ഒരു ഹെൽത്ത് സെന്റർ ഉള്ളത്. അതിനുശേഷം അവിടെ യാതൊന്നും നടന്നിട്ടില്ല. PTPന്റെ കാലത്തൊക്കെ ആയിരുന്നു അവിടെ മാർക്കറ്റൊക്കെ തുടങ്ങി വെച്ചത്. ആ സ്ഥലം മാർക്കറ്റായിട്ട് വികസിച്ചിട്ടില്ലാത്തത് കാരണം അവിടെ ഇതൊക്കെ തന്നെ ചെയ്യേണ്ടി വന്നു. പിന്നെ അതുകൂടാതെ 75 ഞാനിവിടെ വരുന്ന കാലം മുതൽ ഏതാണ്ട് 40 വർഷത്തോളം ആറ്റിലെ മണൽ വാരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അന്നൊക്കെ കൊമ്പയാറിന്റെ തീരം അതിമനോഹരമായിട്ട് കൃഷി ചെയ്യുമായിരുന്നു. ഇന്നിപ്പോഴേ അവിടെയെല്ലാം കൃഷി ചെയ്യാൻ പറ്റിയില്ല. മണ്ണിടിച്ചില് 60 അടി 70 അടി ഇത് കയമുണ്ടായിരുന്നിടത്തെല്ലാം ഇന്നിപ്പം പിള്ളേര് ക്രിക്കറ്റ് കളിക്കുകയാണ്. അവിടെ മണൽ കയറി മുടിഞ്ഞു കിടക്കുകയാണ്. ആ മണല് ഒന്ന് വാരി മാറ്റുന്നതിനോ അല്ലെങ്കിൽ അതിനുള്ള ഭരണാധികാരികൾക്ക് ഇച്ഛാശക്തി ഇല്ലാതെ പോയതാണ് ഈ പമ്പയാറിന് നാശത്തിന് പാടെ ഉണ്ടായ കാരണം. ചെറിയൊരു വെള്ളം പൊങ്ങിയാൽ തന്നെ ഇത് വളരെയേറെ ദോഷം ചെയ്യുന്നുണ്ട്. കരക്കത്തെ കൃഷിയും നശിക്കും. നമ്മൾ ഡാം ഉണ്ടാക്കി അത് തന്നെ ആ പാടെ മണലും കയറി നശിച്ചു പോവുകയാണ്. ഈ മണൽ മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാ പാർട്ടിക്കാരും വേണ്ടത്രയും പിന്തുണകൾ ചെയ്ത് ഇത് ശരിയാക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം പല മെമ്പർമാരോടും പറയാറുണ്ടായിരുന്നു. ഞാൻ നീട്ടുന്നില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഈ ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് മാലിന്യത്തെ പറ്റി ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയും ചെയ്തു. ചാത്തന്തരയിൽ അത് സോർട്ട് ചെയ്ത് ലോഡ് ചെയ്യുന്നത് ഞാൻ കണ്ട്. എത്ര ലോഡാ ഇവിടുന്ന് കയറി പോകുന്നത്. നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിന് പ്രധാന കാരണം ഈ കവർ പാലും
അതുപോലുള്ള ഭക്ഷ്യസാധനങ്ങളും പ്രിസർവേറ്റീവ് ഇട്ട സാധനങ്ങളെല്ലാമാണ് നമ്മൾ കഴിക്കുന്നത്. അത് കഴിച്ച് നമ്മൾ നിത്യരോഗികളാകുകയും അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടുകയുമാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ യാതൊരു കൃഷിയും ചെയ്യുന്നില്ല, കൃഷി ചെയ്യാനുള്ള സാഹചര്യവും ഇല്ല. വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമാണ്. കഴിഞ്ഞ പ്രാവശ്യം ആന കയറിയപ്പം നിഷ മെമ്പറും ഒരു ദിവസം ഇവിടെ വന്നു, എന്നെയും കൂട്ടിക്കൊണ്ട് പൊനക്കി വരെയും പോയി ആനയെ അന്ന് കാണുകയും ചെയ്തതാണ്. എന്നിട്ട് യാതൊരുവിധ നീക്കങ്ങളും പിന്നീട് ഉണ്ടായില്ല. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പണ്ടൊക്കെ നടന്നതുപോലെ കുറെ കാര്യങ്ങളേലും നടക്കണം. ഇന്ന് യുവത്വത്തെയാണ് ഈ പ്രാവശ്യം ഇവിടെ ഈ വാർഡിലേക്കും ബ്ലോക്കിലേക്കും ഒക്കെ തെരഞ്ഞെടുപ്പിക്കുന്ന പരിണതപ്രജ്ഞനായ മെമ്പർമാരും ഈ കൂട്ടത്തിലുണ്ട്. ഇവർക്കെല്ലാം അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അവരെല്ലാം നല്ലതുപോലെ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഇവിടുത്തെ ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഇവിടെ സ്നേഹത്തോടെ ഇവിടെ എത്തിയ എല്ലാ ആൾക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ സംസാരിക്കുന്നു. ഇവിടെ പൂർണ്ണമാകുകയാണ്.